ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 5:30 എണീറ്റിരുന്നു, പിന്നെ നിസ്കരിച്ച് കടന്നു. പിന്നെ ഇതാ കുറച്ച് വൈകിയായിട്ട് എണീറ്റത്. അപ്പോൾ എണീറ്റ് വളരെ കിച്ചണിലോട്ട് വന്നേക്കാണ്. വന്നിട്ട് ഇതാ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ അരി തലേന്ന് വെള്ളത്തിട്ടിരുന്നു കേട്ടോ. അപ്പോൾ നീർദോശയും പിന്നെ കടല ഗ്രീൻ പീസ് ഇച്ചിരിണ്ടായിരുന്നു, അത് വെള്ളത്തിട്ട് വെച്ചിരുന്നു. അത് രണ്ടുമാണ് കറിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇന്ന് ജോലിക്ക് പോകണം കേട്ടോ. അപ്പോൾ തന്നെ രാവിലെ ഒരു ഹറിബറിയാണ് എപ്പോഴും. എങ്ങനെ നമ്മൾ നേരത്തെ എണീറ്റാലും നേരം വൈകി എണീറ്റാലും രാവിലെ ഒരു തിരക്ക് തന്നെ ആയിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് നമുക്ക് ഒരു 2-2.25 വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അവരെ മെയിൻറ്റെയിൻ ചെയ്ത് അവരെ മാറ്റി ഒരുക്കി ഭക്ഷണം കൊടുത്ത് കഴിച്ച് ജോലിക്ക് പോകാമെന്ന് പറഞ്ഞാൽ കുറച്ചൊരു റിസ്ക്കുള്ള പരിപാടി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ എണീറ്റ് പാടെ നമ്മൾ ചായയും പിന്നെ ചുടുവെള്ളവും ഫ്ലാസ്കിൽ ഒഴിക്കാൻ ഇല്ല വെള്ളമൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ അരി ഇതാ ഞാനിങ്ങനെ ഒന്ന് തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. നീർദോശയും പിന്നെ ഗ്രീൻ പീസിൻ്റെ കറിയാണ് ആക്കിയെടുക്കുന്നത്. അപ്പം നമ്മളെ വീഡിയോ ഒക്കെ കാണുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ നീർദോശയ്ക്ക് ഞാൻ അരി മിക്സിയിലിട്ടിട്ടുണ്ട്. ഇനി ഇച്ചിരി ഉപ്പും വെള്ളം കൂട്ടി അതൊന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ നീർദോശക്കാവുന്ന ദിവസം തന്നെ ഭയങ്കര ഒരു എളുപ്പമാട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യമൊക്കെ ഭയങ്കര ഒരു സിമ്പിളാണ്. പിന്നെ അതിലേക്ക് കടലക്കറി കൂടി ആകുമ്പോൾ നല്ലൊരു കോംബോ ആണ്. അപ്പം ഈ ഒരു പച്ചരി എന്ന് പറഞ്ഞാൽ ഞാൻ പുറത്തുനിന്ന് മേടിച്ചാട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതുകൊണ്ട് ആക്കി എടുക്കാൻ ഭയങ്കര ഈ ഒരു പച്ചരി കൊണ്ടാക്കിയ ദോശ എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കാരണം അതൊരു നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ഉറച്ച് നല്ലൊരു കട്ടിയായി പോവുക. എന്താണെന്നറിയില്ല, പലതരം പച്ചരി ഉണ്ടല്ലോ, അതായിരിക്കാം. പിന്നെ അതിലോട്ട് തേങ്ങ ഒന്ന് ചിരകിയിടുന്നു കേട്ടോ. ഇങ്ങനെ തേങ്ങ കടിച്ചെടുക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഉച്ചക്കത്തെ ചോറിന് ഞാനിന്ന് കൂർക്കൽ കൂടി ആട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി കഴിഞ്ഞാൽ ചോറ് വേവില്ലാത്ത അരിയാണ്ട് തന്നെ പെട്ടെന്ന് ആക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഉപ്പേരിക്കുള്ളൊക്കെ ഒന്ന് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ അതാ ചായ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി സിമ്പിൾ ഗ്രീൻ പീസ് വരാം കേട്ടോ. ഗ്രീൻ പീസ് കുക്കറിലോട്ട് ഇട്ട് കൊടുത്ത് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ ഇച്ചിരി ചിക്കൻ മസാല കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി കൂടി, പിന്നെ ഒരു മീഡിയം സൈസ് കുഞ്ഞ് സവാളേൻ്റെ ഒരു പീസ് കൂടി ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇച്ചിരി കടല ഉള്ളൂ. അപ്പോൾ കടലൊക്കെ അനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതിട്ടിട്ടൊന്ന് കുക്കറിലൊരു 3-4 വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി. പിന്നെ ഒരു പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും എരിവിന് അനുസരിച്ച് മുളക് ഇട്ട് കൊടുക്കുക. പിന്നെ മഞ്ഞൾ പുറത്തൊക്കെ ആകാതിരിക്കാനായിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒന്ന് തുള്ളി ഉറ്റിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് വെള്ളം പറഞ്ഞിട്ടൊന്ന് വിസിലടുപ്പിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ദോശയിലോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒന്ന് ആക്കി കൊടുക്കണം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. കുറേ പേർക്കൊക്കെ ഈ നിർദോഷ എന്താണെന്നൊക്കെ അറിയാം. ചിലയിടത്ത് ഇതിനെ കലക്കി പറഞ്ഞപ്പന്നോ അങ്ങനെ പലതും പറയാറുണ്ട് കേട്ടോ. അപ്പം കടല അപ്പുറത്തെ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തതിൽ നമ്മൾ ദോശ ചുട്ടെടുക്കാനായിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പം ചട്ടി നന്നായിട്ട് ചൂടാവണം കേട്ടോ, എന്നാലേ ഒരു ബബിൾസ് ഇല്ലേ അത് വരത്തുള്ളൂ. അപ്പം നന്നായിട്ട് ചട്ടി ചൂടാവുമ്പം നമ്മളൊരു തവി ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഉച്ചക്കത്തേക്ക് ഞാൻ കൂർക്കലാക്കി എടുക്കുന്നത് പറഞ്ഞില്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് തൊലി കളയാനായിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സാധനം. കുറച്ച് നമ്മൾ പണിയെടുത്താലും കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. പക്ഷേ എല്ലാവർക്കും ഇതിൻ്റെ ഒരു ചുവല്ലേ, അത് ഇഷ്ടപ്പെടണം എന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഞാൻ എരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഓരോ ദോശ അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ അപ്പുറത്തെ കടലൊക്കെ ഇങ്ങനെ വിസിലടിച്ച് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇന്ന് ചോറിന് കൂർക്കലും ചോറും ആക്കിയെടുത്തിട്ടേ പോകുന്നുള്ളൂ. ബാക്കി ഉച്ചയ്ക്ക് വന്നിട്ട് എന്തെങ്കിലും ആക്കിയെടുക്കാമെന്ന് കരുതി. അപ്പോൾ കൂർക്കലൊക്കെ മൊത്തം ഇങ്ങനെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കഴുകിയിട്ട് നടുവേ ഇങ്ങനെ ചീകി കൊടുത്ത് ഇങ്ങനെ പീസ് ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് പൊതുവേ കുക്കറിൽ ഇങ്ങനെ വിസിലടുപ്പിച്ചിട്ട് വറവിട്ടെടുക്കാറാണ് പതിവ്. പക്ഷേ ഇന്ന് ഞാനിങ്ങനെ ചട്ടിയിൽ ചെറിയ തീയിലാക്കിയിട്ട് ആക്കിയെടുക്കാമെന്ന് കരുതി. പിന്നെ അതങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ചെറിയൊരു 3-4 അല്ലി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ചട്ടി ചൂടായപ്പോൾ അതിലോട്ട് കടുകും പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ട് കൂർക്കലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുക കേട്ടോ. അപ്പോൾ അതിലോട്ട് മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല ഉണ്ടെങ്കിൽ അത് കൂടി ഇടാം. ഇച്ചിരി മുളക് പൊടി, ഉപ്പിട്ടിട്ട് ഒരു 2-3 ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ മതി.
അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കൂർക്കയൊക്കെ ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും കഴിച്ച് നോക്ക്. ചിലർക്ക് എന്തായാലും അത് ഇഷ്ടപ്പെടാതിരിക്കില്ല കേട്ടോ. അപ്പോൾ അതാ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതാക്കിയിട്ടുണ്ട്. അത് നേരം നമ്മുടെ കടലേക്കൊന്ന് വേവായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി കടല വറവിട്ടെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു ചട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ഇച്ചിരി കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടുകും കരിവേപ്പില കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് വറവിട്ടെടുക്കണ്ട കേട്ടോ കടല. ഇനി ഈ കുക്കറിൽ വേണം നമുക്ക് ചോറാക്കി എടുക്കാനായിട്ട്. അപ്പം കടല ഒരു ഭാഗത്തും അപ്പുറത്ത് നമ്മളെ കൂർക്കലും ഇങ്ങനെ വേവായിക്കൊണ്ടിരിക്കണ്ട കേട്ടോ. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. എന്നിട്ട് കുളിച്ചിട്ട് ജോലിക്ക് പോകണം. അപ്പോൾ അതാ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അരി ഒന്ന് കുക്കറിൽ വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് കരുതി. എന്തായാലും അരി ഒരൊറ്റ വിസിലടിക്കുമ്പോഴത്തേക്ക് ചോറ് റെഡിയാവും കേട്ടോ. നമ്മളെ ചാക്കരി കൊണ്ടാണ്, അപ്പോൾ അത് പെട്ടെന്ന് ആയി കിട്ടുമല്ലോ. പിന്നെ അങ്ങനെ കഴിഞ്ഞ് നമ്മൾ ജോലിക്ക് പോയി. പിന്നെ ഇത് ഉച്ചയ്ക്ക് 2 മണീൻ്റെ ശേഷമല്ല വീഡിയോ കേട്ടോ ഷൂട്ട് ചെയ്യണത്. അപ്പോൾ കടയിൽ നിന്ന് ഞാൻ ക്രീം ബണ്ണും പിന്നെ മോന് ഫ്രൂട്ടിയും പിന്നെ ഉച്ചക്കത്തേക്ക് ഉണക്കമീൻ ആക്കിയെടുക്കാമെന്ന് കരുതി ചോറിലോട്ട്. പെട്ടെന്നാവുമല്ലോ. അപ്പോൾ ഇത് ചോപ്പാര എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിൽ എന്താ പറയുക എനിക്കറിയില്ല. അപ്പം ആ ഒരു 3-4 മീനുണ്ട്. അത് ഞാനൊന്ന് വെള്ളത്തിൽ ഉപ്പ് കളയാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഒരു 3-4 പീസ് ചിക്കൻ മസാല പരട്ടി വെച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൂടി ആക്കിയെടുക്കുന്നുണ്ട്. അന്നേരം വെളിച്ചെണ്ണ തീർന്നു. അപ്പോൾ 2ാമത്തെ കുപ്പി ഏകദേശം നമ്മൾ എടുക്കാറായി കേട്ടോ. അപ്പോൾ ഈ കുപ്പി കൂടി കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന എണ്ണ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഇനി പുറത്തുനിന്ന് മേടിക്കേണ്ടി വരും. കാരണം ഈ അടുത്തൊന്നും നമ്മളിനിയിപ്പോൾ നാട്ടിൽ പോകണില്ല. അപ്പം എണ്ണയൊക്കെ ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ മീൻ അവിടെ മസാല പരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം. എന്നിട്ട് ആ എണ്ണയിൽ തന്നെ നമുക്ക് ഒരു 3-4 മീൻ കൂടി ഞാൻ മസാല ആക്കിയിട്ടുണ്ട്. അതാക്കിയെടുക്കാമെന്ന് കരുതി. അപ്പം അതിൻ്റെ പരിപാടികളൊക്കെ അങ്ങനെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചട്ടി നന്നായിട്ട് ചൂടായി വന്നപ്പം ചിക്കനൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കേണ്ട. ഒരു 4 പീസ് ചിക്കൻ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ തലേന്ന് മേടിച്ച ചിക്കൻ്റെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് വറുത്തെടുക്കാനുള്ളായിരുന്നു. ചോറ് ഇതൊക്കെ ചിലപ്പോൾ വന്നിട്ട് കേട്ടോ. ഈ ചിക്കനും ഫിഷൊക്കെ അധികം ഞാൻ വന്നിട്ടേ പൊരിക്കാറുള്ളൂ. അപ്പം മറ്റേ രാവിലെ പൊരിച്ച് വെച്ച് പോയാൽ ആ ഒരു ടേസ്റ്റ് പോവില്ല, തണുത്തും പോവും. ഇതാകുമ്പോൾ ചൂടോടെ കഴിക്കാമല്ലോ. അപ്പോൾ 3 മീൻ അങ്ങനെ മസാല വരട്ടി വെച്ചിട്ടുണ്ട്. അതും ഇനി പൊരിച്ചെടുക്കണം. അപ്പം സത്യം പറഞ്ഞാൽ ചോറൊക്കെ ഇങ്ങനെ ആക്കി വെച്ചിട്ട് പോവും. വെള്ളം പിന്നെ വാർത്തെടുക്കുന്നത് ചിലപ്പോൾ ഉച്ചക്കായിരിക്കും കേട്ടോ. പിന്നെ തലേന്ന് ഞാൻ ഒരു മാങ്ങ കൊണ്ടുവന്നിരുന്നു. അതിങ്ങനെ കൊത്തി എരിഞ്ഞിട്ട് ഇങ്ങനെ സുർക്കയിലിട്ട് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ എടുത്ത് കഴിക്കുകയാണ്. അപ്പോൾ ചിക്കൻ നേരെ കൊണ്ട് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേ ചട്ടിയിൽ തന്നെ നമുക്ക് മീനിട്ട് കൊടുക്കാം. അങ്ങനെ ചിക്കനൊക്കെ ഒന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി അതേ എണ്ണയിൽ നമ്മൾ മീൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്നായി കിട്ടുമല്ലോ ഉണക്ക മീൻ. അപ്പോൾ അത് അങ്ങനെ കുറച്ച് നേരം മസാല പുരട്ടി വെച്ചതായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ മീനും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചോറ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ചോർക്ക് നല്ല നല്ല കൂട്ടാനുകളുണ്ട് കേട്ടോ. ഈ കാണുന്നത് അച്ചാറാണ്. എൻ്റെ ഹോസ്പിറ്റലിൽ ചേച്ചി കൊണ്ടുവന്ന ചേച്ചി നന്നായിട്ട് അച്ചാറിട്ടു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. അച്ചാറും ചോറ് തന്നെ മതി, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ചോറും അച്ചാറും നമ്മുടെ കൂർക്കൽ ഉപ്പേരിയും പിന്നെ മീൻ വറുത്തതും ചിക്കൻ വറുത്തതും ഉണ്ട്. ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ ചോറ് കഴിക്കുകയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ചോറൊക്കെ ഇങ്ങനെ അച്ചാറും ഉണക്കമീനും ഉണ്ടെങ്കിൽ അത് മാത്രമായാലും ഞാൻ ചോറുണ്ടോളൂ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഉണക്കമീനും അച്ചാറൊക്കെ ആയിട്ട് ചോറുണ്ടാണ്. അപ്പോൾ ഇന്ന് അത്യാവശ്യം നല്ല വിഭവങ്ങളൊക്കെ ഉണ്ട്. കറി പിന്നെ പൊതുവേ ഉണ്ടാക്കാറില്ലല്ലോ. അങ്ങനെ ചോറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഭയങ്കര ചൂടാട്ടോ. ഒന്നാമത് ഞാൻ പറഞ്ഞില്ല, മുകൾ ഭാഗം ഇല്ലാത്തോളം നല്ലൊരു ചൂടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കിടക്കുകയായിരുന്നു. പിന്നെ അസറസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് വൈകിട്ട് പാല വരെ പോവാണ്. ജസ്റ്റ് വെറുതെ ഒന്ന് വീട്ടിൽ ചെന്നപ്പോൾ മടുപ്പല്ലേ 2 മണീൻ്റെ ശേഷം മുതലേ. അപ്പം മോർണിംഗ് കൊണ്ടുവന്ന് ജസ്റ്റ് പാല വരെ, നമുക്ക് പാലേക്ക് ഒരു 5 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. പാല വരെ ഇങ്ങനെ ഒന്ന് പോയിട്ട് വരാമെന്ന് കരുതി. പിന്നെ വന്നതിന് ശേഷം ഞാൻ ചിക്കന് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ, പച്ചക്കറി വെക്കാനുള്ളത്. അത് പുറത്തെടുത്ത് വെച്ചിരുന്നു പോയപ്പം. അപ്പോൾ അത് വന്നിട്ട് ഞാനിങ്ങനെ പൊട്ടാറ്റോ കൂടി ഇട്ടിട്ട് ഒന്ന് ചിക്കൻ കറി ആക്കി എടുക്കുക. പിന്നെ പൊറോട്ട ഞങ്ങൾ മേടിച്ചുകൊണ്ട് വന്നിരുന്നു കേട്ടോ. അപ്പോൾ പൊറോട്ടയും ചിക്കൻ കറി തന്നെയാണ് ഇന്നത്തെ രാത്രിക്കത്തെ ഡിന്നർ എന്ന് പറഞ്ഞാൽ. അപ്പം ചിക്കൻ കറി ഞാൻ തീരെ അധികം വെള്ളം വെക്കാതെ ആക്കിയെടുത്താൽ കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു ചിക്കൻ കറിക്ക്. പിന്നെ പൊട്ടാറ്റോ ഇതിലിട്ടാൽ മോന് കറിയത്തെ പൊട്ടാറ്റോയും കൊടുക്കാം. ചിക്കൻ ആൾക്ക് പൊതുവെ ഇങ്ങനെ കറിയിലാവുമ്പം ചവച്ച് തുപ്പും കേട്ടോ. അപ്പോൾ അവന് പൊട്ടാറ്റോ കൊടുക്കും. പിന്നെ രാത്രി ഡിന്നറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ കിച്ചണൊക്കെ പാത്രവും കാര്യങ്ങളൊക്കെ ഒന്ന്
മൊത്തത്തിൽ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. പിന്നെ രാത്രിയാണ് ഞാൻ പൊതുവേ ക്ലീൻ ആക്കൽ, വീട് അടിച്ചുവാരി തുടക്കലൊക്കെ ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞ്. പിന്നെ മോനിന്ന് നേരത്തെ തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ട് പിന്നെ കിടക്കാൻ നേരത്തെ ഞാൻ ഇങ്ങനെ ഓറഞ്ചോ എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ കൊടുക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആൾ കഴിക്കുകയാണ്. പിന്നെ നമ്മൾ കിടക്കാൻ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.